പിതാവും അദ്ദേഹം തമ്മിലുള്ള അടുത്ത ബന്ധം, ആ പ്രിയപ്പെട്ട ആന്റിയുമായിട്ടുള്ള ബന്ധം അത്ര അടുത്ത സൗഹാർദ്ദമായിരുന്നു എൻ്റെ മാതാവും എൻ്റെ പിതാവും ഇവര് തമ്മിൽ. പക്ഷേ നമുക്കൊരു ഇങ്ങനൊരു ശൈലി ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു. ഇങ്ങനൊരു കാര്യം ശ്രീ ഗണേശന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് ഞങ്ങളാരും സ്വപ്നം വിചാരിച്ചില്ല. കാരണം എന്റെ പിതാവ് ഇപ്പൊ സൂചിപ്പിച്ചു, എന്നെക്കാട്ടി സ്നേഹിച്ചു ഞാൻ സമ്മതിച്ചു തരത്തില്ല, പക്ഷെ അത്രത്തോളം എങ്കിലും സ്നേഹിച്ചു കാണും. ഒമ്പത് വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ ക്രൂരമായ വിനോദം, ആ ക്രൂരമായ വിനോദമാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യം നശിപ്പിച്ചത്. എന്നിട്ട് ഇന്നും പറയുക ഞങ്ങൾക്കൊരു പങ്കുമില്ല, ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല, ഞങ്ങൾ ഇതിനകത്ത് പങ്കാളിയല്ല എന്ന് പറഞ്ഞാൽ ആരെയാണ് കളിയാക്കുന്നത്? ആരെയാണ് വഞ്ചിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങളുടെ ക്യാപ്സ്യൂളുകൾ എത്ര ഇറക്കിയാലും ശരി, കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം CPM ആണ് സോളാർ കേസിന്റെ പിന്നിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 18 പേജുള്ള കത്ത് എങ്ങനെ 21 പേജുള്ളതായത്? 24. എങ്ങനെയാണ് കൂടുതൽ പേരുകൾ എഴുതി ചേർത്തത്? ആരാണ് ചേർത്തത്? ആരാണ് എന്റെ പിതാവിന്റെ CD തപ്പി യാത്ര നടത്തിയത്? കോയമ്പത്തൂർ വരെ, കൊച്ചി മുതൽ കോയമ്പത്തൂർ വരെ CD യാത്ര നടത്തിയ ആളുകൾ. അതുകൊണ്ട് ഇന്ന് ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നു എന്ന് കണ്ടിട്ട് അത് കോൺഗ്രസിന് തലയിൽ കെട്ടിവെക്കുവാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല, യാഥാർത്ഥ്യങ്ങൾ മറന്നിട്ടില്ല, അത് ഓർത്തിരിക്കുക തന്നെ ചെയ്യും. കാരണം ഇനിയൊരു വ്യക്തിക്കും, അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ശരി, ഇനിയൊരു വ്യക്തിക്കും ഇന്ന് ഈ തരത്തിലുള്ള വേട്ടയാടൽ, ഇന്ന് ഉമ്മൻചാണ്ടി നേരിട്ട് പോലെ വേട്ടയാടൽ, അദ്ദേഹത്തിന്റെ കുടുംബം നേരിട്ട് ഒരു വേട്ടയാടൽ, അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർ നേരിട്ടൊരു വേട്ടയാടൽ, ഒരു വ്യക്തിയുടെ മകൻ ആത്മഹത്യ ചെയ്യുന്നൊരു കാഴ്ച ഈ സോളാർ സമയത്തുണ്ടായി. തന്റെ പിതാവിന്റെ നേരെ വന്ന ക്രൂരമായ അമ്പുകൾ ആ കുട്ടിക്ക് സഹിക്കാൻ പറ്റാതെ ആ കുട്ടി ആത്മഹത്യ കാഴ്ച സോളാർ സമയത്ത് നടന്നു. നിങ്ങൾ ഓർത്തു നോക്കൂ, ഇന്ന് വേട്ടയാടുകളാണോ വേണ്ടത്? വേട്ടയാടലാണോ വേണ്ടത്? സത്യം അറിയുകയാണോ വേണ്ടത്? ഒരു കൊച്ചുകുട്ടി, ആ കൊച്ചുകുട്ടി തന്റെ പിതാവിന്റെ നേരെ വന്ന ആയുധങ്ങൾ കണ്ടു നിൽക്കാൻ സാധിക്കാത്ത ആത്മഹത്യ ചെയ്ത കാഴ്ച സോളാർ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പേര് പറയുന്നില്ല. ഇതാണ് വേട്ടയാടൽ. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം ഗണേശൻ പറയുന്നു എന്നൊക്കെ പറഞ്ഞു. രാഹുല് ചെയ്തതിനോടൊന്നും ഞാൻ നമുക്ക് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ കോടതി തീരുമാനിക്കട്ടെ. പാർട്ടി അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുക. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇന്ന് ട്രംപിന്റെ അസുഖം കൂടിയിരിക്കുക. മഡൂരോ ആരാന്നറിയാമല്ലോ. വെനസ്വേല പ്രസിഡന്റ് മഡൂരോ രാത്രി 12 മണിക്ക് പൊക്കിയെടുത്തു. എന്നിട്ട് ന്യൂയോർക്കിന്റെ തെരുവീതിയിലൂടെ അദ്ദേഹത്തെ പ്രദർശിപ്പിച്ചു. അതുപോലെ രാത്രി 12 മണിക്കാണ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് എല്ലാ സ്ഥലത്തും പ്രദർശിപ്പിച്ച് നടക്കുക. ഇതൊരു ഏകാധിപത്യത്തിന്റെ ശൈലിയാ. ഞാൻ പറയുന്നത് വേട്ടയാടുകൾ പാടില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന്റെ വഴി പോയി നിയമം ശിക്ഷിക്കട്ടെ, അല്ലാതെ വേട്ടയാട്ടുകൾ നടത്താൻ പാടില്ല. അതാണ് കേരള സമൂഹം ഇന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ആരെയും വേട്ടയാടാൻ പാടില്ല. അത് നമ്മുടെ നാടിന് ഗുണം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമല്ല. നമുക്കൊരു രാഷ്ട്രീയ സംസ്കാരമുണ്ട്, പരസ്പര ബഹുമാനത്തിന്റെ, പരസ്പര മാന്യതയുടെ, പരസ്പര സഹകരണത്തിന്റെ. പക്ഷേ കഴിഞ്ഞ കുറെ നാളുകളായി ഇടതുപക്ഷം പിന്തുടരുന്നത് ഒരു വേട്ടയാടലിന്റെ സമീപനമാണ്. ഇന്ന് വീണ്ടും പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ വേട്ടയാടാൻ വേണ്ടി CBIയുടെ അന്വേഷണം പ്രഖ്യാപിച്ചു. എന്താണ് ഈ വിഷയം? ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം. ഈ വിഷയം ഒരു വിഷയമാണ്. CBI എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൊടുത്ത മൊഴി ആർക്കാണെങ്കിലും പരിശോധിക്കാം. ഉമ്മൻചാണ്ടി ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി ചെയ്യുന്ന ആളല്ല എന്ന് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു മരിക്കുന്നതിന് മുമ്പ്. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ മൊഴിയാണ് എൻ്റെ. ഞാൻ ഈ കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല.
ഞാൻ ആരെയും കള്ളക്കേസിൽ കുതുക്കുകയും ചതിക്കുകയും ചെയ്യുന്ന ആളല്ലെന്ന് എൻ്റെ നാട്ടുകാർക്കറിയാം. ഇത്തരം വേലകളും കൊണ്ട് നടക്കണ്ട. അതൊക്കെ നാണം കെട്ട പണിയാണ്. ഒരു ഇലക്ഷൻ എടുക്കുമ്പോൾ ഒന്നും പറയാനില്ല. പറ, രാഷ്ട്രീയം വല്ലതും ഉണ്ടേ പറ കുഞ്ഞേ, ചാണ്ടി ഉമ്മ, രാഷ്ട്രീയം വല്ലതും ഉണ്ടേ പറ, നമുക്ക് അതിന് മറുപടി പറയാം. ഉമ്മൻചാണ്ടി എന്നെ ദ്രോഹിച്ചതിന് കുഴപ്പമൊന്നുമില്ല. എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ സർവ്വതും പിടിച്ചു വാങ്ങിച്ച് എൻ്റെ മക്കളെയും എന്നെയും വേർപെടുത്തി വിടാൻ മധ്യസ്ഥ വഹിച്ച ഉമ്മൻചാണ്ടി ആ മര്യാദകേടിന് മറുപടി പറയണ്ടേ? പറയണ്ടെന്ന് വിചാരിച്ചാൽ വായിൽ വിരലിട്ടാൽ കടിക്കാത്ത ആരുമില്ല. അത് ഓർത്താൽ നല്ലത്. വായിൽ വിരലിടരുത്. ഞാൻ പഴയ കഥകളൊക്കെ പറയും. എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ മക്കളെയും എന്നെയും വഴിയാധാരമാക്കി രണ്ട് വഴിക്കാക്കിയ ദുഷ്ടത്തരത്തിന് ഉമ്മൻചാണ്ടി മറുപടി പറയും. ഉമ്മൻചാണ്ടിയുടെ മകൻ മറുപടി പറയും. മേലിൽ ഇത് പറയരുത്. പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിരിക്കും. എനിക്കും പറയാനുണ്ട് ചെയ്ത ചതികളൊക്കെ. ആരെയാ ചതിച്ചതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കും. ഞാൻ ഇത്ര നാളും ഉണ്ടായിരുന്ന ആളാണ്. എന്നെ കൊണ്ട് പറയിക്കരുത്. അത് മാത്രമേ എനിക്ക് ചാണ്ടി ഉമ്മനോട് പറയാനുള്ളൂ. കള്ളം പറയുന്നതും കള്ളസാക്ഷി പറയുന്നതും. ഇലക്ഷൻ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വന്നിറങ്ങിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി ജനങ്ങളെ കവളി. ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലേ, ജഗദീഷ് മത്സരിച്ച ഇതിന് മുമ്പത്തെ ഇലക്ഷനിൽ ഇത് പറഞ്ഞല്ലേ ഈ സബ്ജക്റ്റ്. എന്നിട്ടെന്തായി? ജനങ്ങളെ കബളിപ്പിക്കാൻ ഇറങ്ങരുത്. രാഷ്ട്രീയമൊക്കെ ശരിയാണ്. അന്ന് ചാണ്ടി ഉമ്മൻ രാഷ്ട്രീയത്തിലില്ല. ഞാൻ ഉമ്മൻചാണ്ടിയെ ചതിച്ചു എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഉമ്മൻചാണ്ടിയെ ചതിച്ചു? ഞാൻ എന്ത് ലയിക്കാനാണ് ഉമ്മൻചാണ്ടിയല്ലേ എന്നെ ചതിച്ചത്? ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് എൻ്റെ മന്ത്രിസ്ഥാനം 2003 രാജിവെപ്പിച്ചത്? സത്യസന്ധമായി ഞാൻ ജീവിച്ചതാണോ? നെല്ലിയാമ്പേതെ പോലെ വനഭൂമി പതിച്ചു കൊടുക്കാൻ തയ്യാറാവാത്തതുകൊണ്ടാണോ ഞാൻ രാജിവെച്ചത്? ഒരു കുടുംബ വഴക്കിനെ മന്ത്രിയെ രാജിവെപ്പിച്ചേച്ച് തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞ് നടന്ന് പറ്റിച്ചിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പറഞ്ഞാൽ കൊള്ളാം. അതൊന്നും പറയരുത്. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞില്ലല്ലോ ഞാൻ അദ്ദേഹത്തെ ചതിച്ചെന്നോ ദ്രോഹിച്ചെന്നോ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ആരാണ്ട് പറയുന്ന കേട്ടുകൊണ്ട് കൂലി തല്ലുകാരനായിട്ട് ഇറങ്ങരുത്. ഇറങ്ങിയാൽ പലതും പറയേണ്ടി വരും. പറയിക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാന്യമായിട്ട് ഞാൻ പറയുകയാണ്, അത് പറയിക്കണ്ട. ഞാൻ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടി മരിക്കുന്നതിന് മുമ്പ് CBI വന്നതിനോട് ചോദിച്ചപ്പോഴും ഞാനിത് പറഞ്ഞു. എൻ്റെ അടുത്ത കസേരയിൽ നിയമസഭയിൽ ഇരുന്ന ഉമ്മൻചാണ്ടി സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ ഇവരെന്നോട് ഇങ്ങനെ ചോദിച്ചു. എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞൊരു മറുപടിയുണ്ട്, ഉമ്മൻചാണ്ടി അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. എൻ്റെ അച്ഛനാണ് അറിയാവുന്ന, അദ്ദേഹം എന്നോട് ഇതാണ് പറഞ്ഞ വാക്ക്. ഞങ്ങളത് എഴുതി വെക്കട്ടെ എന്ന് CBIക്കാർ ചോദിച്ചു. എൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ ഇനി ഉണ്ടായിരുന്ന പോരെ എന്ന് എഴുതിക്കോളൂ എന്ന് CBIക്കാരോട് പറഞ്ഞതാണ് ഞാൻ. അവരെഴുതിയിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അവരെ മൊഴിയെടുത്ത് പരിശോധിച്ചാൽ അറിയാം. ചുമ്മാ അങ്ങ് എന്തെങ്കിലും ഒന്ന് പറയൂല്ലോ. എന്ത് ദ്രോഹിച്ചു എന്ന് വെറുതെ പറയുന്നതല്ലേ. അങ്ങനൊന്നും പറയണ്ട. ആരെയാണ് ദ്രോഹിച്ചത് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. എൻ്റെ 2 മക്കളെയും എന്നെയും കൂടി വേറെ പിരിച്ചിട്ട് ഇപ്പം ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. പക്ഷേ എൻ്റെ മക്കളെയും എന്നെയും വേറെ പിരിച്ചത് ഈ ഉമ്മൻചാണ്ടിയല്ലേ. ഒരു നല്ല മനുഷ്യനാണെങ്കിൽ, നല്ലൊരു കുടുംബനാഥനാണെങ്കിൽ ഉമ്മൻചാണ്ടി ഞങ്ങളെ യോജിപ്പിച്ച് വിടാത്തത്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാതിരിക്കുന്നതാണ് നല്ലത്. പറഞ്ഞാൽ അനിയാ കൂടിപ്പോവും എന്ന് ഞാൻ പറയണം. നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. ഇലക്ഷൻ എടുക്കുമ്പോൾ ഇത്തരം കലാപരിപാടികളുമായിട്ട് ഇറങ്ങരുത്. അത് അന്തസ്സിന് നിരച്ച പരിപാടിയല്ല. ഞാൻ ചാണ്ടി ഉമ്മ മത്സരിച്ചപ്പം ചാണ്ടി ഉമ്മനെതിരായിട്ട് പുതുപ്പള്ളി പ്രസംഗിച്ചിട്ടുണ്ടല്ലോ, ഇതുവല്ലം പറഞ്ഞോ? വഷളത്തരം വല്ലതും പറഞ്ഞോ? ഉമ്മൻചാണ്ടിയുടെ മകനാണ്, വലിയ ദൈവവിശ്വാസിയാണ് പറയുന്നതെങ്കിൽ വഷളത്തരം പറയാതിരിക്കുക. ഒരാൾ എല്ലാവരെയും ചീത്ത പറഞ്ഞു കൊടുന്നു. ശ്രീ കെ കരുണാകരനെ അദ്ദേഹത്തിന് ഭാര്യയും വരെ ചീത്ത പറഞ്ഞാൽ ഇവിടെ കിടക്കുന്നു. ഇപ്പം അന്ന് ഇവരെ ആരെയും കണ്ടില്ലല്ലോ. ഞാൻ കോൺഗ്രസ്സുകാരോട് ഒരു കാര്യം ചോദിക്കട്ടെ. ശ്രീ കെ കരുണാകരൻ്റെ പത്നിയെ ബഹുമാനിയായ ഈ പറയുന്ന ഇന്നത്തെ നേതാക്കളായ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, ശിവകുമാർ, ഈ പറയുന്ന പ്രധാനപ്പെട്ട പന്തളം സുധാകരൻ അടക്കമുള്ള പ്രമുഖരായ നേതാക്കൾക്കെല്ലാം ചോറ് വിളമ്പി കൊടുത്ത് അമ്മയെപ്പോലെ നോക്കിയ കരുണാകര സാറിൻ്റെ ഭാര്യയെപ്പറ്റി തോന്നിവാസം പറഞ്ഞപ്പോൾ അയാളെ വിലക്കാൻ ആരും ഉണ്ടായില്ല. അന്ന് പറയാവുന്ന ഗണേഷ് കുമാർ മാത്രമേ ഉണ്ടായിരുന്നു. ഇടതുപക്ഷ മുന്നണിയിൽ നിൽക്കുന്ന ശ്രീ കെ കരുണാകരനോട് കടപ്പാടും സ്നേഹവും ബഹുമാനവുമുള്ള ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ പോലും ഉണ്ടായിരുന്നില്ല. ഏതാ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ആൾ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും. അതുകൊണ്ട് അന്തസ് വേണം കാര്യങ്ങളിലൊക്കെ പറയുമ്പം. ആരെയാണ് പറയുന്നത്, ആരാണ് കെ കരുണാകരൻ എന്ന് മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ പത്നി, അവരുടെ മഹത്വം എന്താണ്, അവരുടെ നന്മ എന്താണ് എന്ന് അറിഞ്ഞുകൂടെങ്കിൽ KC വേണുഗോപാലെ പോലുള്ള നേതാക്കൾ അത്തരം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. എന്തും കുറച്ച് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് നടന്നങ്ങ് പറയാം ആരെക്കുറിച്ച്. അച്ഛൻ്റെ പ്രായമുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പറ്റിയിട്ട് ഉപയോഗിച്ച വാക്കുകൾ എന്താണ് നമ്മൾ ഓർത്താൽ മതി.